നമ്മൾ എത്രമാത്രം സൈക്കോളജിക്കൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഇപ്പോഴും എല്ലാവർക്കും കൗൺസിലിങ്ങിന് പോകാനും സൈക്കോതെറാപ്പി അറ്റൻഡ് ചെയ്യാനും ഒക്കെ വലിയ മടിയാണ്. കാരണം മാനസിക രോഗമുള്ളവരാണല്ലോ തെറാപ്പിയൊക്കെ എടുക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനസിക രോഗികളായിട്ടുള്ളവർ ടോട്ടൽ പോപ്പുലേഷനിൽ ഒരു 10 തൊട്ട് 20% പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് ശരിക്കും കൗൺസിലിംഗ് മാത്രം പോരാ, അവർക്ക് മരുന്നിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് വേണം തെറാപ്പി അറ്റൻഡ് ചെയ്യാൻ. അതേസമയം ബാക്കി വരുന്ന 80% പേരിൽ എത്ര പേര് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരുണ്ടാവും? ഭൂരിപക്ഷ ആൾക്കാരും ഡെയിലി ലൈഫിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിൽ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റക്കായിരിക്കുന്നവരായിരിക്കും അല്ലേ? ഇവരെ കുറച്ചുകൂടെ എംപവർ ചെയ്യിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങിന് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റക്കായി, അല്ലെങ്കിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആയി, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ ധൈര്യമായിട്ട് നമുക്കൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ളവരെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം. ഇനി എല്ലാവരും കൗൺസിലിംഗ് എടുക്കാനോ അല്ലെങ്കിൽ തെറാപ്പി അറ്റൻഡ് ചെയ്യാനോ ഒന്നും മടി വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്യാം.